സഹാക്കളെ, സുഹൃത്തുക്കളെ, ഈ ഫെബ്രുവരി 18 വന്നാൽ സഹാവ് വർഗീസ് രക്തസാക്ഷിയായിട്ട് 56 വർഷം കഴിഞ്ഞു. 56ാം രക്തസാക്ഷി ദിനമാണ് ആചരിക്കാൻ പോകുന്നത്. സഹാവ് വർഗീസിനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, സോഷ്യലിസത്തിന് വേണ്ടി, പൊതുവിൽ സമൂഹത്തിൻ്റെ ഒരു പരിവർത്തനത്തിന് വേണ്ടി ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി സഹാക്കൾ ജീവത്യാഗം ചെയ്തിട്ടുള്ളൊരു മണ്ണാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ എടുത്താൽ തന്നെ ഒരു രക്തസാക്ഷികളുടെ നാടാണ്. ആ സമരവും അവർ തുടങ്ങി വെച്ച സമരവും രക്തസാക്ഷിത്വവും തുടർന്നുകൊണ്ടിരിക്കും കൂടെയാണ്. പക്ഷേ അവരെന്തിനു വേണ്ടി സമരം ചെയ്തോ, എന്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചോ, ആ ലക്ഷ്യങ്ങൾ ഇന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് നക്സൽബാരി ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ചരിത്രപരമായ ഒരു വഴിത്തിരിവ് കുറിച്ചതാണ്. ആ ചരിത്രപരമായ വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വിപ്ലവം, ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിന് ശേഷം പല സമരങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്, തൊഴിലാളികളുടെയും കർഷകരുടെയും. പക്ഷെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്, അങ്ങനെ അതിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു സമരത്തിന് അവർ നേതൃത്വം കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നത് തെലങ്കാനയാണ്. തെലങ്കാന തന്നെ മറ്റ് പല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിശാലാന്ധ്ര പ്രസ്ഥാനം, വിശാലാന്ധ്ര പ്രജാസഭ, അതോടൊപ്പം തന്നെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിയോജിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ രൂപപ്പെട്ട് അങ്ങനെയാണ് പിന്നീട് ഗ്രാമസഭകൾ രൂപീകരിക്കുന്നതിലേക്കും കർഷകർ ജന്മിത്വത്തിനെതിരായിട്ടുള്ളൊരു സമരമായി വികസിക്കുന്നത്. 300-ലേറെ ഗ്രാമസഭകൾ, പ്രജാസഭ രൂപീകൃതമായിട്ടുണ്ട്. ഞാൻ കൃത്യമായി ഒരു ഓർമ്മയിൽ നിന്നെടുത്ത് പറയാം. പക്ഷെ അതെല്ലാം പിന്നെ ഇത് നോക്കിയാൽ എല്ലാം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. കൃത്യമായി ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത എന്തെന്ന് വിലയിരുത്താൻ ഇവിടെ രൂപീകൃതമായ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതിൽ നിന്ന് അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. പലപ്പോഴും റഷ്യൻ മോഡലിനെ ഇവിടെ പറിച്ചു നടാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതാണ് 48-ൽ കൽക്കത്ത തീസിസ് ഒക്കെ വന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യൻ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വളരെ വേഗം അടിച്ചമർത്തപ്പെടുകയും അല്ലെങ്കിൽ സ്വയം പിൻവാങ്ങുകയും അവസാനം നേരെ ഇന്ത്യൻ വിപ്ലവത്തിന് ദിശ മാറി അത് നേരെ പാർലമെൻ്ററി പാതയിലേക്ക്, ഇവിടുത്തെ അമൃതസർ കോൺഗ്രസ് എന്ന് പറയും, 52-ലാണെന്ന് ഓർമ്മ, ബഹുജന ലൈൻ സ്വീകരിക്കും, ബഹുജന പാർട്ടി ആക്കണം എന്നാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ ഒരു വിപരീത ദശയിലേക്ക് തൊഴിലാളി വർഗത്തിന് അന്യമായിട്ടുള്ള പാർലമെൻ്ററി പാത സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ക്രൂഷ്ചേവ് അല്ല 19-ാം നൂറ്റാണ്ടിൽ സോഷ്യൽ ഡെമോക്രറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് വന്ന ക്രൂഷ്ചേവ്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ നേതൃത്വമായിട്ടുള്ള ക്രൂഷ്ചേവ് മുന്നോട്ട് വെച്ച സമാധാന പരിവർത്തനം എന്നതിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കൃത്യമായി ഇന്നതാണ് നമ്മളുടെ പാത എന്ന് പറയാൻ കഴിയാതിരിക്കുകയും പാർലമെൻ്ററി പാതയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഇന്ത്യൻ ജനതകളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തിലും കൂടെയാണ്. അതേസമയത്ത് ഒരു യഥാർത്ഥ വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി 64-ലെ ഭിന്നിപ്പുകളും പ്രവർത്തനങ്ങളുമെല്ലാം ഉണ്ടാകും. അതും വഞ്ചിക്കപ്പെടുകയും CPM പോലുള്ള പാർട്ടി രൂപീകൃതമാകുകയും അവസാനം ആ പഴയ വഞ്ചന തന്നെ പുതിയ രൂപത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നക്സൽബാരി രൂപപ്പെട്ടു വരുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് മാവോ ചിന്ത എന്ന് പറയാം, നമുക്ക് മാവോയിസം.
മാവോയിസത്തിൻ്റെ ലോകത്തെ ആദ്യത്തെ ഇന്ത്യൻ സമൂർത്ത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആദ്യത്തെ പ്രയോഗമാണ് ലോകത്തിൽ. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗം സ്വീകരിക്കേണ്ട പാത എന്ത് എന്ന് വ്യക്തമായി അത് വരച്ച് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സംശയമുണ്ട്, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പിന്നെ കേരളത്തിൽ തലശ്ശേരി പുൽപ്പള്ളി, തൃശ്ശിലേരി തിരുനെല്ലി, കോങ്ങാട്, മറ്റ് പല സായുധ ഇടപെടൽ, ഞാനത് പ്രധാനമായത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇടപെടലൊക്കെ വരുന്നത്. പക്ഷേ അതിലാണ് തൃശ്ശിലേരി തിരുനെല്ലി സഖാവ് വർഗീസ് രക്തസാക്ഷിയാവണം. അതിന് മുമ്പ് കിസാൻ തമ്മൻ രക്തസാക്ഷിയാവുന്നുണ്ട്. നിരവധി പേര് കേരളത്തിൽ. അപ്പോൾ ഞാൻ സൂചിപ്പിക്കേണ്ടായി, അവരുടെ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സമരം തുടരുന്നു, രക്തസാക്ഷിത്വം തുടരുന്നു. ഘോര വഞ്ചനകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ തെറ്റാണെന്നും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നും പറഞ്ഞിട്ട് വിപ്ലവ പ്രസ്ഥാനത്തിനോട് കാല് വെച്ച് വന്നവർ തന്നെ, ചുവടുപ്പിച്ച് വന്നവർ തന്നെ കീഴടങ്ങി, നിരവധി പേർ കീഴടങ്ങി, നേതൃത്വ നിരയുള്ളവർ കീഴടങ്ങി ഭരണപക്ഷം ചേരി എവിടെ എത്താതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരം സാഹചര്യത്തിൽ വീണ്ടും പഴയ ചരക്കുകൾ, യാഥാർത്ഥ്യത്തിന് നിരക്കുന്നില്ല, സായുധ വിപ്ലവമല്ല, ബഹുജന പ്രസ്ഥാനങ്ങളാണ് ഉയർന്നു വരേണ്ടത്, ബഹുജനങ്ങളോട് ബന്ധമില്ലായ്മത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പഴയ ആ ചരക്ക് വീണ്ടും പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സങ്കീർണമായ രാഷ്ട്രീയമായി അങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യം ഇന്ത്യയിലെ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെടുത്താൽ അങ്ങേയറ്റ ജീർണമാണ്. വളരെ നമ്മൾ ഇപ്പോൾ ദല്ലാൾ മുതലാളിത്തം, രാഷ്ട്രീയ പാർട്ടികൾ ദല്ലാൾ മുതലാളിത്തത്തിൻ്റെ ഏജൻറ്റുകളാണെന്ന് സംസാരിക്കുകയും പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നെങ്കിലും ഇന്ന് ഒട്ടും പ്രയാസമില്ലാതെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നിരവധി കരാറുകൾ, ഇപ്പോൾ വ്യാപാര കരാറ് വരുന്നു യൂറോപ്യൻ യൂണിയനുമായി, അമേരിക്കയുമായി. ഇന്ത്യൻ്റെ സാമ്പത്തിക നയങ്ങൾ, അത്തരം കാര്യങ്ങൾ, ഗവൺമെൻറ് നിലപാടുകൾ വാഷിങ്ടണിൽ നിന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആ രീതിയിൽ വളരെ സ്പഷ്ടമായി വരികയാണ്. വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഒരു ഭാഗത്ത് വർഗീയത ശക്തപ്പെട്ടു വരുന്നു. ഇങ്ങനെ ഞാനതിൻ്റെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ സങ്കീർണമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തികമായി ജീവിതം, പല വികസനങ്ങളും കഴിഞ്ഞ 77 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും സർക്കാർ തലത്തിലുള്ള സാമ്പത്തിക പദ്ധതികളുടെ ഫലമായിട്ട് സാമാന്യ ജനത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവനിപ്പോഴും ജീവിതത്തിൻ്റെ ഓരത്തിലേക്ക് ആട്ടി ഓടിക്കപ്പെടുകയാണ്. മാത്രമല്ല വളരെ കർഷകർക്കെതിരായിട്ടുള്ള വ്യാപാര കരാറുകൾ വരുന്നത്, കർഷകരുടെ പ്രക്ഷോഭം ഇവിടെ ശക്തമായിട്ട് ഇവിടെ നടക്കേണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ അവർക്ക് തൊഴിൽ നിയമങ്ങൾക്കെതിരായിട്ട് പണ്ട് മേദിന കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്ക്, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നയങ്ങളും പദ്ധതികളുമാണ് സർക്കാരുകൾ ആവിഷ്കരിക്കണം. അതിനെതിരായി തൊഴിലാളികൾ രംഗത്തുണ്ട്. അങ്ങനെ ഭരണവർഗത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ജനങ്ങൾക്കും ജീവിതത്തിൻ്റെ വഴിയോ ഓരത്തിലേക്ക് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കും പഴയതുപോലെ ഭരിക്കപ്പെടാൻ അവരും ഇഷ്ടപ്പെടുന്നില്ല. പല രീതിയിലുള്ള സമരങ്ങൾ, അസ്വസ്ഥതകൾ, മുറുമുറുപ്പ്, വിസമ്മതങ്ങൾ, അതൊക്കെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രക്തസാക്ഷിത്വം വരുന്നത്. ഈ രക്തസാക്ഷിത്വം വരുമ്പോൾ അതായത് ഇന്നിപ്പോൾ 3 രക്തസാക്ഷി ദിനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ആചരിക്കപ്പെടാൻ പോകുന്നത്. സാധാരണ പല വ്യത്യസ്ത സംഘടനകളാണ്. അപ്പോൾ ഈ രക്തസാക്ഷികളെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് രക്തസാക്ഷികളെ ബിംബങ്ങളാക്കുകയും അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഒരു മന്ത്ര സമുച്ചയങ്ങളാക്കി മാറ്റുകയും ചെയ്ത് ആകെ ഒരു ചടങ്ങ് മാതിരി അധപ്പതിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുതന്നെ രക്തസാക്ഷികളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്, ഒരു വഞ്ചനയാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ട്. അതിന് വ്യത്യസ്തമായാണ് നമ്മൾ രക്തസാക്ഷിത്വത്തെപ്പറ്റി പറയുമ്പോൾ
അവർ ഏത് സാഹചര്യത്തിലാണ് എന്തിനെതിരായിട്ടാണ് സാക്ഷികളാകേണ്ടി വന്നത് എന്ന് നാം വിലയിരുത്തി അവർ വിട്ടേച്ച് പോയ അവരെ ആ രക്തപതാകയ്ക്ക് വേണ്ടി നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ദൃഢപ്രതിജ്ഞൻ്റെ ദിവസമായിട്ടാണ് നമ്മളൊരു ഈ രക്തസാക്ഷി ദിനത്തെ കാണേണ്ടതും ഒരു പ്രതിജ്ഞ പുതുക്കേണ്ടതും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. രക്തസാക്ഷി നക്സൽബാരി പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ വിപ്ലവത്തിന് കൃത്യമായി ഏത് പാതയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ പാത എന്താണെന്ന് തിരിച്ചറിയും. അതിനുശേഷം സാർവദേശീയമായിട്ട് സാംസ്കാരിക വിപ്ലവം നടക്കുന്നുണ്ട്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു നൂതനമായ, പണ്ട് എപ്പോഴും കേട്ടുകഴിവില്ലാത്ത, അനുഭവമില്ലാത്ത സോവിയറ്റ് യൂണിയൻ മുതലാളിത്തമാകുന്നു. ചൈനയിലും അതിൻ്റെ സംരംഭങ്ങൾ, അതിൻ്റെ നീക്കങ്ങൾ സജീവമാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ മുതലാളിത്ത പുനഃസ്ഥാപനം പിന്നെ എങ്ങനെ തടുക്കണം എന്നുള്ള അതിൻ്റെ ഒരു ചുവടുവെപ്പായിട്ടാണ്, പുതിയ കാൽവെപ്പായിട്ടാണ് സാംസ്കാരിക വിപ്ലവം വരുന്നത്. 10 കൊല്ലം നീണ്ടു നിന്ന ഒരു സാംസ്കാരിക വിപ്ലവം മുതലാളിത്തത്തെ തടുക്കാനും സോഷ്യലിസ്റ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശയശാസ്ത്രത്തെ, അതായത് മാർക്സിസം ലെനിനിസത്തെ ഒരു പുതിയ തലത്തിലേക്ക്, അതിൻ്റെ ഒരു ഇപ്പോൾ മാർക്സിസം ലെനിനിസം, പിന്നെ അത് കഴിഞ്ഞൊരു 3ാം ഘട്ടത്തിലേക്ക്, നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും മാർക്സിസത്തിൻ്റെ രൂപമായിട്ടുള്ള മാവോയിസത്തിലേക്ക് അത് വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ അനുഭവപാഠങ്ങൾ, അതിൻ്റെ വിധികളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടേ ഇനി ഏതൊരു വിപ്ലവത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന് അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സംഭാവനകൾ സ്വന്തം നാടിൻ്റെ സാഹചര്യങ്ങളെ, സമൂഹ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ സംഭാവനകൾ മാർക്സിസം ലെനിനിസത്തിന് ചെലുത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ തന്നെ ജാതി പ്രശ്നം വളരെ പ്രശ്നമാണ്, ദേശീയമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യൻ വിപ്ലവത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ചടങ്ങായിട്ടല്ല നമ്മളിത് കാണേണ്ടത്. വളരെ ഗൗരവത്തോടെ അവർ എന്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തോ ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് തുടർന്ന് വഞ്ചനകളും കൂറുമാറ്റങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? കൃത്യമായി മാവോയിസത്തെ അതിൻ്റെ സത്തയിൽ ഉൾക്കൊള്ളാനും നക്സൽബാരിയുടെ അനുഭവ പാഠങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം അത് സമൂർത്തമായി സമ്പൂർണ്ണതയിൽ മനസ്സിലാക്കാനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ അപ്പം അന്നേ അത് കൃത്യമായി പറഞ്ഞു, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ സായുധ വിപ്ലവത്തിൻ്റെ മാർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുമ്പോൾ ബഹുജനങ്ങളെ അണിനിരത്തേണ്ടതോ മറ്റ് ബഹുജനങ്ങളുടെ ഇടപെടലോ അത് നിഷേധിക്കല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, നാട്ടിൻപുറങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും മാവോയിസം കൊണ്ട് ദരിദ്ര ഭൂരഹിത കർഷകരെ, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളെ സധൈര്യം തട്ടി ഉണർത്താനും അങ്ങനെ ആ നാട്ടിൻപുറങ്ങളെ വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ, സാമ്പത്തികത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഉറച്ച കോട്ടമതിലുകളാക്കി ആ നാട്ടിൻപുറങ്ങളെ വിപ്ലവത്തിൻ്റെ താവളങ്ങളാക്കി അതിനെ ഉപയോഗിച്ച് ക്രമേണ പട്ടണങ്ങളെ വളയാനും അന്തിമമായി അത് പിടിച്ചെടുക്കാനും അങ്ങനെ ഇന്ത്യൻ വിപ്ലവം വിജയിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ടെന്ന്. അതാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത എന്ന് പറയുമ്പോൾ ജനങ്ങളെ തട്ടി ഉണർത്തുന്ന പ്രധാനമായ രാഷ്ട്രീയ അധികാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായൊരു സൈന്യം കെട്ടിപ്പടുക്കാനും, അതേസമയത്ത് ഇന്ന് ദലാൽ മൂലധനം വളരെ ശക്തമാണ്. 67കളിലുള്ളതിലും അപേക്ഷിച്ചിട്ട് വളരെ ശക്തമാണ് ദലാൽ മൂലധനം. അതിൻ്റെ ചൂഷണവും അടിച്ചമർത്തലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിയുക. നിരവധി ഭീകര നിയമങ്ങൾ, UAPA പോലുള്ള വിചാരണ കൂടാതെ ഒരു കുറ്റവും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പക്ഷേ നിങ്ങളെ ഈ നാട്ടിൽ സഹിക്കാൻ വിഷമമാണെന്ന് ഭരണവർഗത്തിന് തോന്നുകയാണെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾക്ക് പിന്നെ ചാർജ് ഷീറ്റില്ല. അപ്പോൾ പിന്നെ UAPA ചുമത്തി അനിശ്ചിതകാലം നിങ്ങളെ ജയിലിൽ കിടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ സാമാന്യം ഒരു തടവുകാരന് ലഭിക്കേണ്ട നിലവിലുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന അടിസ്ഥാന ജയിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള അടിസ്ഥാന മനുഷ്യാവകാശ പൗരാവകാശങ്ങൾ അവൻ അർഹമാണ്. പറഞ്ഞു വന്നത് ഇപ്പോൾ രൂപേഷിൻ്റെ നോവലിൻ്റെ കാര്യം, അതിൻ്റെ പ്രകാശനം പോലും അനുവദിക്കപ്പെടുന്നില്ല. ജയിലുകളിൽ അങ്ങനെ ചിന്തിക്കാനും എഴുതാനും അത്തരം ഇതിനൊക്കെ അവകാശമുണ്ട്. സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ഈ 47 മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോലും ഇതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പലരെയും വിഖ്യാതമായ വളരെ ഗൗരവമേറിയ സൃഷ്ടികളെല്ലാം വന്നിട്ടുള്ളത് ജയിലിൽ നിന്നാണ് അധികവും വന്നിട്ടുള്ളത്. ഞാനെന്തിനൊരു ഉദാഹരണം പറയാം. മുഗൾ സാമ്രാജ്യകാലത്ത് അവസാന കാലത്തെ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിനെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇവിടെ ഉള്ള ഇന്ത്യയിലെ മറ്റ് ചരിത്രകാരന്മാർ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്നാണ് പറയുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി അച്ഛനെ ഷാജഹാനെ തടവിലാക്കി അദ്ദേഹം ആദ്യം ചെയ്തത് വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുക ചെയ്ത് സ്വന്തം അച്ഛനെ തടവിലാക്കിയിട്ട് ആ ജയിലിലേക്ക്. അതേ സമയത്ത് ആൾ ചെയ്തത് എന്താണെന്ന് ഷാജഹാൻ നല്ല കവിയായിരുന്നു അത്രേ. അദ്ദേഹത്തിന് കവിത എഴുതാനുള്ള പേനയും കടലാസുകളും ഉറപ്പുവരുത്തുകയാണ് ചെയ്തത്, കവിത എഴുതാൻ വേണ്ടി. അങ്ങനെ വളരെ ക്രൂരനാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്ന് വലിയ മനുഷ്യാവകാശങ്ങളെപ്പറ്റിയെല്ലാം വലിയ അവബോധങ്ങൾ വളർന്നു വന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ പോലും അന്നത്തെ ഭരണാധികാരി ഔറംഗസീബ് പോലും തൻ്റെ അച്ഛനെ തടവുകാരനാക്കിയ ഔറംഗസീബ്, ഞാൻ ചരിത്രകാരന്മാർ പറയുന്ന അങ്ങനെ ക്രൂരനായിരുന്നോ ആഴോ ഹിന്ദു വിരോധിയായിരുന്നു എന്നുള്ളതിനോടൊന്നും യോജിക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയുള്ളൊരു ഔറംഗസീബ് പോലും ചെയ്തത് കവിയായിട്ടുള്ള ഷാജഹാന് കവിത എഴുതാനുള്ള ആവശ്യത്തിനുള്ള കടലാസും പേനയും മറ്റ് എഴുത്തുപകരണങ്ങളും ഉറപ്പുവരുത്തുകയാണ് ചെയ്തതെന്ന് പറയും. പക്ഷേ ഈ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന വളരെ ജനാധിപത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ, അങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യം വളരെ മറ്റു നാടുകളെ അപേക്ഷിച്ച് വളരെ ശക്തമാണെന്ന് പറയുന്ന ഇന്ത്യയിൽ എഴുത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ ഒന്നുകൂടെ അടിവരയിടുന്നതാണ്. ഒരു വിധത്തിലും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യാവകാശ ലംഘനം, പൗരാവകാശ ലംഘനം, മറ്റ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക, മൊത്തം സമൂഹം ഒരു ജീർണമായിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രസ്ഥാനത്തെ ഈ രക്തസാക്ഷികളെ ബിംബവൽക്കരിക്കുകയും അതിനൊരു രക്തസാക്ഷി അനുസ്മരണങ്ങളെ ചടങ്ങുകളാക്കി മാറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് രക്തസാക്ഷി അനുസ്മരണ വേളയിൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ കീഴടങ്ങലുകൾ വരുന്നുണ്ട്. മധ്യേന്ത്യയിൽ അറസ്റ്റും കീഴടങ്ങലും മാവോയിസ്റ്റുകൾക്കും ആദിവാസികൾക്കും എതിരായുള്ള ശക്തമായ വളരെ ക്രൂരമായ യുദ്ധങ്ങൾ, ജീവനോടെ പിടിച്ച വ്യക്തികളെപ്പോലും ആൾക്കാരെപ്പോലും ആദിവാസികളായ കർഷകരെ കൊണ്ടുപോയി സർവ്വദേശീയ ധാരണകളും കരാറുകളും എല്ലാം ഉണ്ടായിട്ട് അതിനെല്ലാം ലംഘിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി ജീവനോട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ ഒരാളെ ജീവനോടെ പിടിച്ചാൽ അയാൾ യുദ്ധ തടവുകാരനാണ്. അപ്പോൾ ജനീവ കരാർ അനുസരിച്ച് യുദ്ധ തടവുകാരന് കുറേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട്. അയാളെ ആ രീതിയിലാണ് ആളോട് സമീപിക്കേണ്ടത്. അതിന് പകരം വളരെ പൈശാചികമായ രീതിയിൽ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരു ധാർമ്മികതയും ഇല്ലാത്ത രീതിയിൽ ഒരു യുദ്ധത്തിന് പാലിക്കേണ്ട എല്ലാ ധാർമ്മികതയും അവഗണിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ ഭരണകൂടം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ആണ് കീഴടങ്ങലുകൾ സംഭവിക്കുന്നത്. അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നക്സൽബാരുടെ രാഷ്ട്രീയം അതിൻ്റെ സത്തയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. നക്സൽബാരി കാലഘട്ടത്തിൽ തന്നെ വിള കൊയ്യാനുള്ള സമരമായിരുന്നു. അത്
ഭൂമിക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു. ഇതൊക്കെ അതിൽ നടന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ അധികാരം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. അത് എക്കാലത്തും മാർക്സിസം ആ ഒരു വിഷയത്തിലാണ് മാർക്സിസം ഉണ്ടായ കാലം മുതൽ വഞ്ചനയും നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രശ്നത്തിലാണ് എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വഞ്ചനയും നടന്നിട്ടുള്ളത്. മാർക്സിസത്തിന് എതിരായിട്ടുള്ള സമരങ്ങളും ഇതിനെ കേന്ദ്രീകരിച്ചാണ്. ഇന്നും അത് വളരെ ശക്തമായി വീണ്ടും ഒരിക്കൽ പരിഹരിക്കപ്പെട്ട ആ പ്രശ്നങ്ങൾ വലതുപക്ഷ ചിന്താഗതിക്കാർ വീണ്ടും അത് ഉയർത്തിക്കൊണ്ട് വരികയും വീണ്ടും കള്ള നാണയങ്ങൾ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, മാവോയിസത്തിൻ്റെ അന്തസത്തയിൽ ഉൾക്കൊള്ളാനും നക്സൽബാരിയുടെ രാഷ്ട്രീയം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അത് പ്രയോഗിക്കാനും കഴിയേണ്ടതുണ്ട്. അത് പറയുമ്പോൾ കൃത്യമായിട്ട് മാവോ വളരെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 2 കാലിൽ നമ്മൾ നടക്കാൻ പഠിക്കണം എന്നവർ. 2 കാലിൽ നടക്കാൻ പഠനം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സൈനികമായ ഇടപെടലുകളും നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിനെ സഹായിക്കുന്ന രീതിയിലോ സംരക്ഷിക്കുന്ന രീതിയിലോ അതിനെ പോഷിപ്പിക്കുന്ന രീതിയിലോ മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അത് നമ്മൾ വേണ്ടത്ര നമ്മൾ പരിശോധിച്ച് ഞാനൊരു വിലയിരുത്തലേക്ക് പോകുകയല്ല. ബഹുജന സംഘടനകളും മറ്റുമെല്ലാം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തന്നെ അറസ്റ്റുകളും വെടിവെപ്പുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോഴും ബഹുജനങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ ബഹുജനങ്ങളില്ലാത്തത് കൊണ്ടാണോ? അവരുടെ ഇടയിൽ പ്രവർത്തനങ്ങളില്ലാത്തത് കൊണ്ടാണോ? പക്ഷേ നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ശക്തമായ ബഹുജന ബന്ധങ്ങളും സംഘടനാ രീതികളും അവിടെയുണ്ട്. പക്ഷെ അതിനൊരു നേതൃത്വം കൊടുത്ത് ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടത്തെ മറ്റൊരു വിപ്ലവ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രക്തസാക്ഷി അനുസ്മരണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഇത്തരം വന്ന നക്സൽബാരിനേക്കാളും കൂടുതൽ നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നക്സൽബാരുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൊള്ളുമ്പോൾ തന്നെ അതിന്ന് കൂടുതൽ ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയേണ്ട കൃത്യമായ സൈനിക ലൈൻ, അതോടൊപ്പം തന്നെ അതിനെ സേവിക്കുന്ന ബഹുജന ലൈൻ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതാണ് 2 കാലിൽ നടക്കാൻ പഠിക്കുക എന്ന് മാവോ പറയുന്നതിൻ്റെ അർത്ഥം. മറ്റൊന്ന് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പാഠങ്ങളെ ഉൾക്കൊള്ളണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ഭാഗമാകാതെ അതിൻ്റെ തുടർച്ചയാകാതെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എവിടെയും ഒരു വിപ്ലവത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ഭാഗമാകാതെ മാവോ വളരെ കൃത്യമായിട്ട് പറയണ്ടായി, ഒരിക്കലും ചൈനീസ് വിപ്ലവം ഒക്ടോബർ സോവിയറ്റ് വിപ്ലവത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇനി ഇന്ത്യയിൽ ഒരു വിപ്ലവത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ലോകത്തൊരു വിപ്ലവത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സോവിയറ്റ് വിപ്ലവത്തിനെ അങ്ങനെ തന്നെ പറിച്ചു നടുക എന്നല്ല, മാവോ ചെയ്ത് ചൈനയിലെ സമൂർത്ത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിന് അനുസരിച്ച് ഒരു 3-ാം ലോക രാഷ്ട്രമാണ്, കൊളോണിയലുമായിട്ടുള്ള സാമൂഹിക സാഹചര്യമാണ് ചൈനയിൽ ഉള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധവും ജന്മിനാടുത്വ വിരുദ്ധവുമായ, അതാണ് പൊതുവിൽ ഏഷ്യൻ ആഫ്രിക്കൻ നാടുകൾക്ക് പൊതുവായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നത്. പൊതുവായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിനാടുവാഴിത്ത വിരുദ്ധ സമരമായിട്ട് പോകുമ്പോൾ അത് ജന്മിനാടുവാഴിത്ത സമരത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒതുങ്ങി നിൽക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, ചൈനയിൽ 20 കൊല്ലം നീണ്ട ജനകീയ യുദ്ധമാണ് നടന്നത്. കൃത്യമായിട്ടും അതിൽ പങ്കെടുത്തവരാണ് പലരും, അതിൻ്റെ ജനറലുകളും ജനകീയ സൈന്യത്തിലെ ജനറലുകളും ഉയർന്ന വളരെ ധീരരായിരുന്ന ഇപ്പോൾ ഡെങ് സിയാവോപിങ് പോലുള്ളവരൊക്കെ പിന്നീട് മുതലാളിത്ത പാതക്കാരാകുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ജന്മിത്വത്തിനെതിരായിട്ട് ചാങ്കേ ഷേക്കിനെതിരായിട്ട് ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായി സമരം ചെയ്തു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകണം. സോഷ്യലിസ്റ്റ് നിർമ്മാണം വരുമ്പോൾ കൃത്യമായിട്ട് വളർന്നു വന്ന മുതലാളിത്ത ആനുകൂല്യങ്ങളും മുതലാളിത്തത്തിൻ്റെ അംശങ്ങളും വളർന്നു വരുന്നതിനെതിരായി സമരം ചെയ്ത് വേണം പിന്നീട് സോഷ്യലിസ്റ്റ് മുന്നേറ്റം ഉണ്ടാക്കാൻ. അവിടെ വരുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയും മതി, ഇനി അധികം ത്യാഗം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മുതലാളിത്തത്തിലേക്ക് പോകുന്നത്.
ഇത് പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ലോകം മൊത്തം പരിശോധിച്ചാൽ ഒരു മുതലാളിത്തത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം CPM നോക്കൂ, വികസനമാണ് അവർ പറയുന്നത്. ഒന്ന് പാർലമെൻ്ററി പാത, അതാണ് മറ്റൊരു പാതയെപ്പറ്റി അവർക്കും സംസാരിക്കാനില്ല. പിന്നെ ഇപ്പോൾ അവർ വികസനത്തിൻ്റെ മുന്നേറ്റമാണ് മുദ്രാവാക്യമാണ് വെക്കുന്നത്. എന്താണ് വികസനം? മുതലാളിത്ത വികസനമാണ്. മുതലാളിത്ത വികസനത്തിന് വേണ്ടിയാണ് അവർ എല്ലാ ശക്തികളെയും സംഘടിപ്പിക്കുകയും അവരെ അങ്ങ് തിരിച്ചു വിടാനും ശ്രമിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് തന്നെ ഒരു മുതലാളിത്ത പാതക്കാരങ്ങ് വളർന്നു വരികയാണ്. ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഇതൊക്കെ വന്നേക്കാം, ഈ പ്രവണതകൾ വരും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അത്രയും ത്യാഗോജ്ജലമായ സമരം നടത്തി അധികാരം പിടിച്ചെടുത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മുതലാളിത്ത പാതക്കാർ സോഷ്യലിസ്റ്റ് പാതക്കാരെക്കാളും ഭൂരിപക്ഷമായിരുന്നു എന്നാണ് ചൈനീസ് രേഖകൾ പറയുന്നത്. അവരെക്കാളും ശതമാനത്തിൽ ഭൂരിപക്ഷമായിരുന്നു. ഇവർ ന്യൂനപക്ഷക്കാരായിരുന്നു. അതങ്ങനെ തന്നെയാണ്. റഷ്യൻ സമൂഹത്തിലും വിപ്ലവം നടക്കുമ്പോൾ ബോൾഷെവിക്കുകൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. മെൻഷെവിക്കുകളാണ് ഭൂരിപക്ഷം. പക്ഷേ ആ ന്യൂനപക്ഷം എന്നും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സത്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനും അടരാടാനും കഴിഞ്ഞിട്ടുള്ള ആ ന്യൂനപക്ഷമാണ്. ഇവിടെ അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചടിക്കപ്പെട്ട് നക്സൽബാരി മുഴുവൻ നക്സലൈറ്റ് ബാധയിൽ നിന്ന് ഇന്ത്യയെ മൊത്തം മോചിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഓരോരോ ഉട്ടോപ്യനായിട്ടാണ് പറയണത്. അതെന്തുകൊണ്ടാണ് അതങ്ങനെ അവരത് പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാവോയിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നല്ലത് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളെയല്ല ഞാനിവിടെ പറയുന്നത്. പെശകുകളുണ്ടായിരിക്കും, അത് ആ രീതിയിൽ വിലയിരുത്തിയും മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒട്ടുമൊത്തത്തിൽ ഇത് തെറ്റാണ് എന്നതുകൊണ്ടല്ല അവരെങ്ങനെ ആക്രമിക്കുന്നത്. ശത്രുവിനെ സഹായകമായി അറിഞ്ഞോ അറിയാതെയോ നേരിട്ടോ പരോക്ഷമായോ സഹായിക്കുന്ന മറ്റ് വലതുപക്ഷക്കാർ, തിരുത്തൽവാദികളായിട്ടുള്ളവരും ചെയ്യുന്നത് ഇത് തെറ്റാണെന്നുള്ളത് കൊണ്ടല്ല, ഇത് ഏറ്റവും ഒരു ശരിയായ ദിശയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ എതിർക്കുന്നതിൽ ഒരു അണിചേരുന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എടുത്ത് കൊണ്ടു ചെല്ലാനും ഈ സത്യത്തെ കൊണ്ടുപോകാനും അവരെ ഈ സത്യം കൊണ്ട് അവരെ വീണ്ടും തട്ടി ഉണർത്തണം, വിശ്വാസമുള്ളവരാക്കി മാറ്റാനും കഴിയേണ്ടതുണ്ട്. കൃത്യമായി ഇനി ഇവിടുന്ന് പഴയ കാര്യങ്ങളിൻ്റെ പോരായ്മകൾ, അതിൻ്റെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിപ്ലവ പ്രസ്ഥാനം മുന്നേറേണ്ടതുണ്ട്. അത് അങ്ങനെ വിലയിരുത്തിക്കൊണ്ടേ മുന്നേറാൻ മുന്നേറേണ്ടതുണ്ട്. അതിനുള്ള ചില സൂചനകൾ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ രണ്ട് കാലിൽ നടക്കാൻ കഴിയണം. ഒന്ന്, ജനങ്ങളിലേക്ക്, നാട്ടിൻപുറങ്ങളിലേക്ക് ഒരു വിച്ഛേദനം. പണ്ട് ബുദ്ധനൊക്കെ നടത്തിയല്ലോ. സ്വന്തം സുന്ദരിയായ ഭാര്യ, ഓമന മകള്, രാജാധികാരം, സ്വർണം, മറ്റ് സമ്പത്ത് എല്ലാം ഒഴിവാക്കി ഒരു വിച്ഛേദം തന്നിൽ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി അന്നത്തെ ബ്രാഹ്മണാധിപത്യത്തിനും അതിൻ്റെ അത്യാചാരങ്ങൾക്കെതിരായിട്ടും ഇറങ്ങി തിരിക്കുകയാണ് ചെയ്തത്. ആ രീതിയിൽ ഒരു വിച്ഛേദനം ഉണ്ടാക്കിക്കൊണ്ട് ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നാട്ടുമ്പുറങ്ങളിലേക്ക്, ആ നാട്ടിൻപുറത്തിൽ അവരിൽ നിന്ന് പഠിക്കാനും അവരെ മറ്റ് ആശയശാസ്ത്രമായി ആയുധമണിയിക്കാനും തട്ടി ഉണർത്താനും കഴിയേണ്ടതുണ്ട്. അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഈ പാത വളരെ ശരിയാണ്. അതാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മോചനത്തിന് ശരിയായ പാത. ഇന്ത്യൻ ജനതയ്ക്ക് മോചനത്തിനുള്ള മറ്റൊരു മാർഗവുമില്ല എന്ന് തിരിച്ചറിയുകയും അതുകൊണ്ട് അവർ ജനങ്ങളെ ആവേശഭരിതമാക്കാനും കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ കൃത്യമായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു, തൊട്ടു പോകുകയാണ് ചെയ്തത്. ഇതിൽ അങ്ങനെ ഒരു അത് മാത്രം എടുത്ത് വിശകലനം ചെയ്യാനുള്ള സമയം അനുവദിക്കുന്നില്ല. പക്ഷെ ഒന്ന് പറയേണ്ടതുണ്ട്, ഇന്ന് ബ്രാഹ്മണവാദ ഫാസിസം, ഹിന്ദുത്വ ഫാസിസം വളരെ ശക്തമാണ്. മറ്റ് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ, ഇപ്പോൾ ഹിറ്റ്ലർ ഫാസിസം അല്ലെങ്കിൽ മുസോളിനി അവരൊക്കെ യൂറോപ്യൻ ഫാസിസ്റ്റ് ശക്തികൾക്ക് അവർക്കില്ലാത്തതിനേക്കാളും അനുകൂലമായ ഒരു അടിത്തറ ഇന്ത്യയിൽ ഈ ശക്തികൾക്ക് വളർന്നു വരാനുണ്ട്. നിങ്ങൾ വേദകാലം മുതൽ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. അത് അങ്ങനെ വിശദമായ അതിലേക്ക് പോകാനല്ല, കാരണം അന്ന് മുതൽ തന്നെ ഇവിടെ
ഭൗതികമായി ഏറെക്കുറെ അന്നത്തെ കാലഘട്ടത്തിന് പൊരുത്തപ്പെടുന്ന അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി പ്രകൃതിയെ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചിരുന്ന തത്വചിന്തകളുണ്ടായിരുന്നു. ആ തത്വചിന്തകൾക്കെതിരായി സമരം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായൊരു അന്ധവിശ്വാസ ജടിലമായ വെറും സാങ്കല്പികമായിട്ടുള്ള അതിന് പ്രപഞ്ചത്തെ അവർ വ്യാഖ്യാനിക്കാനും ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു വളരെ ആത്മനിഷ്ഠവും അശാസ്ത്രീയവും ആശയ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. എന്നിട്ട് അങ്ങനെ ശാസ്ത്രീയമായി ചിന്തിക്കാൻ ശ്രമിച്ച തത്വശാസ്ത്രങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്തത്. ആ വ്യക്തികളെപ്പോലും ഇന്ന് അവർ കൃതികൾ പോലും നമ്മൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അന്ന് തന്നെ ഒരു ജനാധിപത്യം എന്നൊന്നും അന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സുമാർ ഒരു ക്രിസ്തു വർഷത്തിന് ഒരു 15-12 നൂറ്റാണ്ടുകൾക്കിടയിൽ നടന്നതാണ്. കൃത്യമായി അതിനെപ്പറ്റി ഒരു വിലയിരുത്തി ആരും പറഞ്ഞിട്ടില്ല കാലഘട്ടത്തെ. 12-13 ക്രിസ്തുവിന് മുമ്പ്, 12-13 നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇവിടെ വളർത്തി വന്നിട്ടുള്ളൊരു മനോഘടനയുണ്ട്. മനുഷ്യനെ വെറുക്കാൻ, അവനെ വർണ്ണാശ്രമ വിധികൾ വന്നു, പിന്നീട് ജാതി വ്യവസ്ഥ വന്നു, അതിന് ആധാരമായിട്ടുള്ളൊരു സാമ്പത്തിക ഘടന ഫ്യൂഡലിസം ഇവിടെ വളർന്നു വരികയാണ്. ബ്രാഹ്മണിക്കൽ ഫ്യൂഡലിസം, ജാതീയ ജന്മിത്വം ഇവിടെ വളർന്നു വരികയാണ്. എല്ലാവിധ ജനാധിപത്യ ശാസ്ത്രീയ പുരോഗമന ചിന്തകളെയും അത് ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു മനോമണ്ഡലം അതിനനുസരിച്ച് നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരു വ്യക്തിൻ്റെ എടുത്തു നോക്കിയാൽ അവർ മുന്നോട്ട് വെച്ച അത്യാചാരപരമായിട്ടുള്ള അനർത്ഥമായിട്ടുള്ള നിരർത്ഥകമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഇവിടെ നിലനിന്ന് വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത വിധത്തിലാണ് ഇവിടുത്തെ രാഷ്ട്രീയം പോകുന്നത്. ജാതിക്കെതിരായിട്ട് ജാതി വിവേചനത്തിനായ പ്രസ്ഥാനങ്ങൾ വന്നെങ്കിലും ഇപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വരുന്നു, നവോത്ഥാന പ്രസ്ഥാനം ഒരളവിൽ പ്രത്യേകിച്ച് കേരളത്തിൽ, മഹാരാഷ്ട്രയിലൊക്കെ വളർന്നു വന്നെങ്കിലും അതൊരു തലം വന്നപ്പോൾ സ്തംഭിച്ചു പോവുകയാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമൂഹത്തിൽ മറ്റൊരു നവോത്ഥാനം വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടില്ല. അവർക്ക് അറിയില്ല. ആ ഒരു വളരെ യാന്ത്രികമായ സമീപനത്തിൻ്റെ ഫലമായി, മെറ്റഫിസിക്സ് എന്ന് പറയാം, അവർക്ക് മാർക്സിസത്തെ യാന്ത്രികമായി മനസ്സിലാക്കി കൊണ്ടൊരു യാന്ത്രിക സമീപനത്തിൻ്റെ കേവലം വർഗസമരത്തിലൂടെ ഇതെല്ലാം പരിഹരിക്കാം എന്ന് പറയും. അതാണ് ഞാൻ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയാൻ കാരണം എന്ന് പറയും. ആ നവോത്ഥാന പ്രസ്ഥാനം വഞ്ചിക്കപ്പെടും, അവിടെ സ്തംഭിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പാർട്ടികളായതോടുകൂടി അതൊരു ജീർണ രാഷ്ട്രീയമാണ്, മുതലാളിത്ത രാഷ്ട്രീയമാണ്, ചതിയാണ്, ജനങ്ങൾക്കെതിരായ ഒരു ശക്തമായൊരു വഞ്ചനയാണ്. ആ ജീർണ രാഷ്ട്രീയം പ്രസ്ഥാനങ്ങളെ, നേതൃത്വത്തെ, വ്യക്തികളെപ്പോലും ജീർണമാക്കുകയാണ്. ഇത്ര ഒരു സാഹചര്യത്തിലും കൂടിയാണ് ഈ ഭരണവർഗത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പഴയതുപോലെ ഭരിക്കാൻ വയ്യ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നെഹ്റുവാണ് ഇന്ന് ഭരിക്കുന്നതെങ്കിൽ ഇന്ന് മോഡി ചെയ്യുന്നതെല്ലാം നെഹ്റുവിനും ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു വർഗ താല്പര്യവുമായി, ഇവിടെ ഒരു വർഗ താല്പര്യവുമായി ഉയർന്നു വന്ന സാമ്പത്തിക ഘടന, ലോക സാഹചര്യം അതുണ്ട്. ഒരു ഭാഗത്ത് ലോകാടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വം, ഈ ഇന്ത്യയിലാണെങ്കിൽ ദല്ലാൾ മുതലാളിത്തം, ഫ്യൂഡൽ ശക്തികൾ, ഇതാണ് ഇവിടുത്തെ ഭരണവർഗം. ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാൻ കഴിയൂ. നെഹ്റു അതുതന്നെയാണ് ചെയ്തത്. ജനാധിപത്യത്തെപ്പറ്റി, സ്വാതന്ത്ര്യത്തെപ്പറ്റി, മറ്റു പുരോഗമനത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെ സമരങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെയാണ് തെലങ്കാന സമരവും, തേബാഗ അതുപോലുള്ള സമരങ്ങളൊക്കെ അടിച്ചമർത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊരു സാമ്പത്തിക നിയമം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ആർക്കും പോകാൻ കഴിയില്ല. അപ്പോൾ ഈ വർഗങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളും അവരുടെ ആധിപത്യവും അധികാരങ്ങളും കൊള്ളയും നിർവിഘ്നം തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഏജൻറ്റുകളെയാണ് ഭരണവർഗ പാർട്ടികളെ, രാഷ്ട്രീയ നേതൃത്വങ്ങളെയാണ് അവർ ഓരോ കാലഘട്ടത്തിലും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ BJP അധികാരത്തിൽ വന്നത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അവർക്ക് ഭരണവർഗത്തിനിപ്പോൾ എന്താണ് വാജ്പേയിയോ
അദാനിയോ പോലുള്ളവർ, വയസ്സായി എന്നുള്ളതല്ല, അദാനിയോ പോലുള്ളവർ പോരാ. അതിൻ്റെ അകത്ത് തന്നെ ഹിന്ദുത്വ ശക്തി, ഫാസിസ്റ്റ് ശക്തികൾക്കിടയിൽ തന്നെ വളരെ ഹാർഡ് കോറായിട്ടുള്ള വിഭാഗങ്ങൾ ആവശ്യമാണ്, എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവർക്ക് മോഡി വേണം, അദാനി വേണം, അല്ലെങ്കിൽ അതുപോലുള്ള ശക്തികൾ. RSS തന്നെ നേരിട്ട് രംഗത്ത് വന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന പ്രസ്താവനകൾ, നിയന്ത്രിക്കുന്ന ഇടപെടലുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ ആ ഫാസിസത്തിന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ മറ്റ് ഭരണവർഗത്തിന് അവരുടെ രാഷ്ട്രീയ അധികാരിയായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഹിന്ദുത്വ ഫാസിസത്തെ ആശ്രയിച്ചേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ അതിൻ്റെ നേരെ വിപരീതം സാഹചര്യത്തെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ വന്ന നവോത്ഥാനം, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ, മറ്റ് വർഗ സമരങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവബോധം ജനം മനസ്സിലാകുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഈ ഫാസിസമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ, സാമ്പത്തിക കടന്നാക്രമണങ്ങൾ, മറ്റ് സാംസ്കാരിക കടന്നാക്രമണങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, സാമ്രാജ്യത്വ ചൂഷണവും ആധിപത്യവും കൊള്ളയും, അത് ജീവിതം മറ്റൊരു തലത്തേക്ക് നമ്മൾ ആട്ടി ഓടിക്കുന്നു. അപ്പോൾ ഈ യാഥാർത്ഥ്യമായിട്ട് അതിന് പൊരുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പുകളും വിസമ്മതങ്ങളും ഉയർന്നു വരുന്നതുമുണ്ട്. അപ്പോൾ അതൊരു അനുകൂല സാഹചര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായി ഈ ഫാസിസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ജാതി, വ്യത്യസ്ത മതങ്ങളുണ്ടെങ്കിൽ അതിലുമൊക്കെ നോക്കൂ, ഇന്ത്യയിൽ മാത്രമാണ് ജാതി എന്നുള്ള ഒരു പ്രതിഭാസമുള്ളത്. ലോകത്തെ എവിടെയില്ല. ക്രിസ്തു മതത്തിന് ജാതിയില്ല, അത് യൂറോപ്യൻ മതമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോൾ അതിലും ജാതി ശക്തമാണ്. ജാതി അതിനെ വിഴുങ്ങാണ് ചെയ്തത്. അവിടെ കറുത്ത ക്രിസ്ത്യാനിയുണ്ട്, വെളുത്ത ക്രിസ്ത്യാനിയുണ്ട്, മതം മാറി വന്ന ക്രിസ്ത്യാനിയുണ്ട്, പൊളയനും അല്ലാത്തവനും എല്ലാം ഉണ്ട്. അത് അച്ഛന്മാരിലുണ്ട്. പള്ളി ഭരണതലത്തിൽ ഈ വിവേചനങ്ങൾ ശക്തമാണ്. ഇസ്ലാം മതത്തിൽ ജാതിയില്ല. മതങ്ങളെ അപേക്ഷിച്ച് ഞാൻ വ്യക്തിപരമായി എൻ്റെ ഒരു പഠനം പറയാണ്, മതങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായതെന്ന് പറയും. ആപേക്ഷികമായിട്ടാണ് കേട്ടോ. വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷേ മതങ്ങളിൽ കുറെക്കൂടെ വിപ്ലവപരമായ ഒരു ചിന്താപദ്ധതിയാണ് നബി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇസ്ലാം മതം, ഇസ്ലാം മതത്തിൽ പിന്നീട് അവർ സ്ത്രീ സ്വാതന്ത്ര്യം എല്ലാം നിഷേധിക്കുന്നതോടുകൂടി അത് വീണ്ടും അതിൻ്റെ ഒരു തിരിച്ചുപോക്കാണ് നടത്തുന്നത്. അപ്പോൾ യോദ്ധാക്കളായിട്ട് ഖദീജ, ആയിഷ പോലുള്ളവരൊക്കെ നബിയുടെ കാലത്ത് യോദ്ധാക്കളായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ കുതിര സവാരി ചെയ്യുന്നവരും വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവരായിട്ടും. ഞാനിത് പറയാൻ കാരണം ഇസ്ലാം മതം ഒന്ന് മാത്രമാണ് ജനങ്ങൾക്ക് ഒരു കയ്യിൽ ആശയവും മറ്റേ കയ്യിൽ വാളും കൊടുത്തിട്ടുള്ളത്. മറ്റൊരു മതം അത് ചെയ്തിട്ടില്ല. അതേ സമയത്ത് വളരെ ഉന്നതമായ ആപേക്ഷികമായി മനുഷ്യ സ്നേഹത്തിനെ പറ്റിയും മറ്റുമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ജീവിത സാഹചര്യത്തിനെ പറ്റി ചില സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു മതത്തിൽ അതില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഇന്ത്യയിൽ വന്നാൽ മറ്റൊരു രീതിയിൽ കുറേ ഭൗതികമായി ചിന്തിക്കാനും മറ്റൊക്കെ ശ്രമിച്ച ബുദ്ധമതമാണ്. പിന്നെ ഇവിടെ ബുദ്ധ ജൈന മതങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മതതലത്തിൽ. അപ്പോൾ ഇവിടെ ആ ഇസ്ലാം വന്നപ്പോഴും ഇസ്ലാമിലും ജാതിയാണ് പിന്നെ. കാരണം അത്രയും രൂഢമൂലമാണ് ഇവിടെ, ശക്തമാണ് അതിൻ്റെ അടിവേരുകൾ. അതിൻ്റെ അടിവേരുകൾ നമ്മൾ ഈ ക്രിസ്തു വർഷത്തിനും ഒരു 12-13 നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് അതിൻ്റെ അടിവേരുകളുള്ളതെന്ന് പറയാനാണ്. അത്രയും ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ ഫാസിസത്തിനെ, വളരെ സവർണ ഫാസിസം എന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞു പോകാതെ അതിൻ്റെ ശരിക്കും ഗൗരവത്തിൽ അതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാനും ഉത്തരവാദിത്വത്തോടെ തിരിച്ചറിയാനും ജീവിതചര്യയിൽ തന്നെ ജനങ്ങളിൽ അത് എത്തിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ചിന്താ പദ്ധതികളും മറ്റുമൊക്കെ ശക്തമായ വാദപ്രതിവാദം സമൂഹത്തിലെ ആശയ പ്രചരണം അതിനെതിരായിട്ട് നടത്തുന്നുണ്ട്. ഈ ഇന്ത്യൻ വിപ്ലവത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വലിയ കടമ പോലും ഇവിടെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു പതാക പോലും അവർ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകേണ്ടത്. അത് കൂട്ടിയോജിച്ചുകൊണ്ട് ഇന്ത്യൻ വിപ്ലവത്തിന് വിജയിക്കാൻ കഴിയും. അത് പിന്നെ ദേശീയത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ അത് തന്നെ നമുക്ക് അവിടെ സോവിയറ്റ് വിവിധ ദേശീയതകളെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഫെഡറേഷൻ എന്നുള്ള നിലയ്ക്കാണ് USSR എല്ലാം രൂപീകൃതമാകുന്നത്. പക്ഷെ അങ്ങനെ തന്നെ വേണോ? അതേ സമയത്ത് അവരെ മറ്റൊരു
വേറെ പുതിയ ഇപ്പോൾ ചൈനയിൽ വിവിധ ദേശീയതകളുണ്ടായിരുന്നു. പക്ഷേ ആ ദേശീയതകളെ സോവിയറ്റ് യൂണിയൻ്റെ അതേ മാതൃകയിലല്ല അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഹാൻ ദേശീയതയുണ്ട്, അതല്ലാത്ത ദേശീയതയുണ്ട്, മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട് അവിടെ. ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വളരെ ഡയലക്റ്റിക്കലായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞത് മാവോയിസത്തെ ശരിക്ക് ഗ്രഹിക്കാനും ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് ഇത്തരം ഇന്ത്യയിലെ വിവിധ പ്രതിഭാസങ്ങളെപ്പറ്റി മനസ്സിലാക്കി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിയാനും കഴിയുന്ന, ഇപ്പോൾ മാവോൻ്റെ ഭാഷയിൽ പറഞ്ഞ നല്ലൊരു ഹാർമോണിസ്റ്റ് ആകാൻ നമ്മൾക്ക് കഴിയണമെന്നാണ്. വിവിധ സ്വരങ്ങളുണ്ട്, അതിൻ്റെ ആ നിയമാവലി മനസ്സിലാക്കി കൃത്യമായി അതിൽ വിരലുകൾ നമ്മൾ പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല കർണ പീയൂഷമായിട്ടുള്ള സംഗീതം നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയും. അപ്പോൾ ആ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ അതാണ്. ഇത്തരം വിവിധ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജാതിയുണ്ട്, ദേശീയതയുണ്ട്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ജാതി പ്രശ്നത്തിന് മുന്നിൽ കൃത്യമായി ബ്രാഹ്മണിക്കൽ ഫാസിസത്തിനെതിരായിട്ട് നമ്മൾ പൊരുതേണ്ടതുണ്ട്. കാരണം അതാകുന്ന അവർ ഭരണവർഗത്തിനകത്ത് അതൊരു ലാസ്റ്റ് ഡിച്ച് ബാറ്റിൽ എന്നാണ് പറയുന്നത്. ഞാനതാ പറയുന്നത്. അവർക്ക് മറ്റൊരു മാർഗ്ഗവുമില്ല. അവരും അതാണ്, പഴയതുപോലെയൊന്നും ഭരിക്കാൻ പറ്റില്ല. ഇന്നും മതത്തെ കയ്യിലെടുത്തുകൊണ്ട്, കാരണം ഇവിടെ ഭൂരിപക്ഷ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഞാനും ഹിന്ദുവാണെന്ന് വിചാരിക്കുന്ന ഭൂരിപക്ഷം ഒരു ജനതയുള്ളൊരു സമൂഹമാണ്. അവരൊക്കെ ഇവർ പറയുന്ന, ഇപ്പോൾ BJP RSS പറയുന്ന ഹിന്ദുത്വമാണ് അവർക്ക് ഉള്ളത് എന്നല്ല, പക്ഷേ ആ വിശ്വാസത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നുണ്ട്. അവിടുത്തെ സ്വർണത്തിൻ്റെയും കളവിൻ്റെയും കൊള്ളൻ്റെയും കാര്യമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു വലിയ ചതി മറച്ചു വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ? അപ്പോൾ കൊടിമരം ചെതൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ദേവപ്രശ്നം വെച്ച് കണ്ടുപിടിക്കുക. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവൻ തോന്നിക്കുകയാണ് തന്ത്രിക്ക്. എന്നിട്ട് അയാൾ ദേവപ്രശ്നം വെച്ചിട്ട് അയാളാണിത് പറയണത്, ചെതൽ പിടിച്ചു. അപ്പോൾ അത് പൊളിച്ചു നോക്കുമ്പോൾ എന്താണ്? കോൺക്രീറ്റ് തൂണാണ്. ദേവപ്രശ്നത്തിൽ അത് കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തന്ത്ര വിദ്യകൾ ആ 12-13 ക്രിസ്തു വർഷത്തിന് മുമ്പ് വേദകാലം മുതൽ അവർ ആവിഷ്കരിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ആ ഒരു വിശ്വാസമാണ് അവർ കൊള്ളയടിക്കുന്നത്. സത്യത്തിൽ ആ വിശ്വാസക്കൊള്ളയാണ് അവിടെ നടക്കുന്നത്. ദേവപ്രശ്നം നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ പ്രാണപ്രതിഷ്ഠ എല്ലാ അമ്പലങ്ങളിലും നോക്കും. ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാം, ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാ അമ്പലങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായ കൊള്ള നടക്കുന്നുണ്ട്. അതന്നെ ഒരു തട്ടിപ്പാണ്. അമ്പല കമ്മിറ്റികൾ മറ്റ് അതൊക്കെ ഉണ്ടാവും. സാമ്പത്തികം സ്വരൂപിക്കപ്പെടുമ്പോൾ അത് കൊള്ളയടിക്കാൻ, ചിലവാക്കിയെടുക്കാൻ, പങ്കിട്ടെടുക്കാൻ എന്താണ് ഉപാധി എന്നൊക്കെ. ദൈവത്തിന് കഷ്ടകാലം വരും എന്ന് പറയും, തന്ത്രി പറയും. അപ്പോൾ അതിനെന്താണെന്ന് പറഞ്ഞാൽ ദേവപ്രശ്നം വയ്ക്കും. ഞാൻ നേരിട്ടറിയാം, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ദേവപ്രശ്നമോ പ്രാണപ്രതിഷ്ഠയോ നടത്തിയിട്ടല്ലാതെ അതൊരു അമ്പലം പൊളിച്ചു. അന്നത്തെ ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഒരു സുമാർ 100 വർഷം മുമ്പാണ്, 100 വർഷം ആവില്ല എന്നാലും ഒരു ഇതിന് പറയണം, 100-ലേറെ വർഷം ഇപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ അത് പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അവിടുത്തെ ആ ദേവി പ്രതിഷ്ഠയാണ്. ഒരു ചടങ്ങ് നടത്തിയല്ല, അവർ അവിടുന്ന് ഒരു വെല്ലുവിളിച്ച് ഭരണാധികാരികൾക്കെതിരായി വെല്ലുവിളിച്ച് ഒരു അമ്പല പ്രതിഷ്ഠ നടത്തണം. ഇന്ന് അവിടെ ആ ദൈവത്തിന് ദോഷം വന്നു, കഷ്ടകാലമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദേവപ്രശ്നം നടത്തി. അയാൾക്ക് 1000-കണക്കിൽ 10,000-കണക്കിൽ വന്ന് നടത്തിയ ആ ജ്യോത്സ്യനോ അല്ലെങ്കിൽ നമ്പൂരിയോ അയാൾക്ക് പൈസ കൊടുക്കണം. എന്നിട്ട് അവിടുത്തെ ചില നല്ല രീതികളെ അവർ പൊളിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാ അമ്പലങ്ങളിലും നടക്കണം. പ്രാണപ്രതിഷ്ഠ, വിഗ്രഹം ഉണ്ടാക്കുന്നുണ്ട്. വിഗ്രഹ പ്രതിഷ്ഠ നടക്കുമ്പോൾ അതിന് ചൈതന്യം കൊണ്ടുവരണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തണം. ആരാ നടത്തുന്നത്? അതിൻ്റെ അവകാശം ചില കുടുംബങ്ങൾക്കാണ്. കണ്ടരും മോഹനന്മാരുള്ള അവരുടെ കുടുംബങ്ങൾ, ചില ഓരോ സ്ഥലത്ത് ഓരോ കുടുംബങ്ങൾക്കാണ്. അവർ വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുക. പ്രാണൻ ഈ ഇതിൽ ആവാഹിക്കുകയാണ്, കൊണ്ടുവന്നിട്ട് ഇതിൽ പ്രവേശിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾക്കൊരു പിതൃത്വ സ്ഥാനമാണ് ഉള്ളത്. ദേവൻ്റെ ഒരു പിതാവ് എന്നുള്ള സ്ഥാനമാണ് അത്രേ ഈ കണ്ടര് മോഹനർ. ഈ കണ്ടര് മോഹനർ ഇതൊക്കെ നടത്തിയാണ് അവിടെ ഈ കൊള്ള നടക്കാൻ എല്ലാം. അയാളാണ് ഇതിൻ്റെ മൊത്തം ഗൂഢാലോചകനും സൂത്രധാരനും നേതൃത്വം കൊടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ ചതിയുണ്ടല്ലോ, ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മുടെ മനോമണ്ഡലത്തിൽ ഏറിയും കുറഞ്ഞും ആപേക്ഷികമായിട്ട് ഇതിൻ്റെ എല്ലാം സ്വാധീനമുണ്ട് സമൂഹത്തിൽ.
ഇത് നമ്മൾ തിരിച്ചറിയാനും ഇതിനെതിരായി ശക്തമായ ഒരു നവോത്ഥാനത്തിൻ്റെ കൂടെ പതാക ഏറ്റെടുത്ത് വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ജനമനസ്സുകളെ അങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നവരെ എല്ലാം പൂർണ്ണമായി പരിഹരിക്കുന്നുള്ളതല്ല. വിപ്ലവം നടന്നു കഴിഞ്ഞ സമൂഹത്തിലും ഈ ആത്മീയതയും മറ്റുമൊക്കെ ജനങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം അതിനൊരു പിന്തിരിപ്പൻ ശക്തികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ അന്നത് നിലനിന്നോളണമെന്നില്ല. കാരണം ഇന്നത് നമുക്ക് പരിഹരിക്കാൻ കഴിയണം. അപ്പോൾ ഈ ഫാസിസം എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ബ്രാഹ്മണിക്കൽ ഫാസിസം എന്ന് പറയുമ്പോൾ ഭരണവർഗത്തിനൊരു മറ്റൊരു മാർഗ്ഗമില്ലാതെ അത് അവർ സ്വീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നെഹ്റുവാണ് ഇരുന്നെങ്കിൽ നെഹ്റുവിന് ഇതെല്ലാം സ്വീകരിക്കേണ്ടി വന്നേനെ. അപ്പോൾ നെഹ്റുവിന് ഒരു പക്ഷേ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആൾക്ക് പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് തിരോധനം മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു എങ്കിലും ആളെ പൊതുവിൽ ക്ഷീണാവസ്ഥയിലാണ്. കോൺഗ്രസിനെ പുറന്തള്ളി ഐക്യ മുന്നണി സർക്കാരുകൾ വന്നു, പല കൂട്ടുകക്ഷി സർക്കാർ, ജനതാ സർക്കാർ പോലുള്ള സർക്കാർ വന്നു, അത് പുറത്തുപോയി. അവസാനം BJP സർക്കാരാണ് വരുന്നത്. അത് അവർ തിരഞ്ഞെടുക്കണം. അവർ കാലത്തിന് അനുയോജ്യമായ ആവശ്യത്തിനനുസരിച്ച ഭരണശക്തികളെ, വിശ്വസ്തരായ ഏജൻറ്റുമാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ, അവരുടെ ആശയശാസ്ത്രത്തെ കൃത്യമായി തിരിച്ചറിയാനും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ രക്തസാക്ഷി അനുസ്മരണത്തിൽ കുറച്ച് ഞാനൊരു കൂട്ടി യോജിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു ശരിയായ ഒരു അവിടെ ചിന്നിച്ചെറിയന്മാരെ അസംഘടിതമായി പോയി എന്ന് എനിക്ക് തോന്നലുണ്ട്. എന്നാൽ ഞാനത് പോയിൻ്റ് ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരായ ആശയശാസ്ത്ര കർമ്മ കൂടി ഈ വിപ്ലവ പ്രസ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്.